ഞാനിത് പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഓഡിയൻസിന് കുറച്ചും കൂടിയും ഒരു ലെവലപ്പ് ആവശ്യമാണ്. യഥാർത്ഥത്തിൽ മ്യൂസിക്കൽ കോംപ്ലക്സിറ്റി ഏത് പാട്ടുകളിലാണ്, ആ പാട്ടുകളിലേക്ക് കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ കൊണ്ടുവരിക. കാരണം ഈ പാട്ടുകളൊക്കെ ഫർഗോട്ടൺ ആവും, ആൾക്കാർ കേൾക്കുന്നില്ല. ഇപ്പം നിറങ്ങളെ പാടൂ, അല്ലെങ്കിൽ മറ്റേ രേവഗുപ്തി എന്നൊരു രാഗം, എനിക്കറിഞ്ഞ് രവീന്ദ്രൻ മാഷ് അല്ലാതെ അധികമായിരുന്നു ആ പാട്ടിൽ കമ്പോസ് ചെയ്തിട്ടില്ല. തമ്പുരു കുളിർ, അതൊക്കെ ഇന്നേറ്റ്ലി ടഫാണ് ആ പാട്ട്. അതുപോലെ കളിപ്പാട്ടമായി കൺമണി, ഇത് പാടുന്ന ആരോടും താങ്കൾക്ക് ഇത് ക്രോസ് വെരിഫൈ ചെയ്യാം. ഞാൻ പറഞ്ഞതൊരു മാനദണ്ഡമായിട്ട് എടുക്കണ്ട. ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു, ഗായകർ ആരെ വിളിച്ച് ചോദിച്ചാലും അവർക്കൊക്കെ ഈ അഭിപ്രായം പറയും. കാരണം അതുപോലെ ജോൺസൺ മാഷിൻ്റെ എൻ്റെ മൺവീണയിൽ എത്ര തവണ ആ പാട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. എല്ലാവരും മോഹം കൊണ്ട് ഞാൻ, അല്ലെങ്കിൽ മറ്റേ ഇത് പൊന്നിൽ കുളിച്ചു നിന്നു, അല്ല ദിവ്യാനുരാഗമായ ഒഴുകൂതൊരു സാധനം, അതേ സിംഗിൾ നോട്ട്. അവർക്കൊക്കെ അറിയാം അതൊരു ജനരഞ്ജകമായ സാധനമാണ്. ഓഡിയൻസിന് അത് ഒറ്റ നോട്ട് പിടിക്കുന്ന ഒരു ഗാനമേളയ്ക്കൊക്കെ ഷോമാൻഷിപ്പിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർക്കൊക്കെ അറിയാം ഇതൊന്നും അല്ല ആ പാട്ടിൻ്റെ മ്യൂസിക്കാലിറ്റി. ആ പാട്ടിൻ്റെ മ്യൂസിക്കാലിറ്റി പലപ്പോഴും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ പാടിയത് തെറ്റാ. ഈ പാട്ട്, ഈ നോട്ടുകൾ തന്നെ എങ്ങനെയാ രവീന്ദ്ര മാഷ് ചെയ്തതെന്ന് ആരെങ്കിലും തലകറങ്ങും. ഈ പാട്ട് എന്തേ മുല്ലേ പൂക്കാത്തു എത്ര പേര് പാടി കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ടേക്ക് ഓഫ് നിന്നെ ഞാൻ എൻ്റെ ഉള്ളിലെ വേറെ ഒരു സ്കീം, ഈ രണ്ട് സാധനങ്ങൾ ഇതുകൊണ്ട് പറയുന്നതാണ്. ഒരു നല്ല കോംപ്ലക്സിറ്റി ഉള്ള പാട്ടുകൾ രവീന്ദ്രൻ മാഷും ജോൺസൺ മാഷ്, ബാബുക്ക, ദക്ഷിണാമൂർത്തി സ്വാമി, ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ എം ജയേന്ദ്രൻ സാറ്, വിദ്യാസാഗർ സാറ്, ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോപ്പുലറായിട്ട് അത് എന്നെ ട്രിഗറാക്കുന്ന എന്താണെന്നറിയോ, എന്നെ ഒരാൾ വിളിച്ചിട്ട് നിനക്ക് പറ്റുമെങ്കിൽ എന്തേ മുല്ലേ പൂക്കാത്തു ഒന്ന് പാടി കാണിക്കടാ എന്ന് എന്നോട് പറഞ്ഞാലേ ഞാനൊന്ന് വലിയും. സംഭവം നമ്മളിങ്ങനെ ആലോചിക്കും, ഓഹ് എൻ്റെ പൊന്നുമോനെ, അല്ല ഇത് പുലിവാലാവും. കാരണം പക്ഷെ എന്നോട് പറയുന്ന ഹരിമുരളിയുടെ ഒരു 3 ദിവസത്തെ പാട്ട് ഞാൻ ലളിതമായിട്ട് പാടിത്തരാം. ഞാനെന്നല്ല, അതല്ല കോംപ്ലക്സ് ആയിട്ട്. എൻ്റെ പ്രശ്നം അതാണ്. നമ്മളെ വെല്ലുവിളിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നിട്ടാണ്. നമ്മളെ നിറങ്ങളെ പാടിയുടെ പല്ലവി ദാസേട്ടൻ പാടിയ പോലെ ഒന്ന് പാടി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളപ്പം സൈഡ് വലിയും. അല്ലെങ്കിൽ എന്തിനാ മൂവന്തി താഴ്വരയിൽ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സൈഡ് വലിയും. കാരണം ആ ദാസേട്ടൻ്റെ വോയിസിൻ്റെ റേഞ്ച് ഏറ്റവും ആദിതാരസ്ഥായിൽ നിന്ന് അന്തസ്ഥായി വരെയുള്ള ഫുൾ റേഞ്ച് ഓടുന്ന പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് താഴത്തെ ബേസിൽ നമ്മളുടെ വോയിസിൽ കാറ്റ് മാത്രമാണ് അവിടെ വരുന്നത്. ഞാൻ പാടാൻ വെച്ചാൽ വെറും കാറ്റ്, ഇങ്ങനെ ഹസ്ക്, മറ്റേ എയർ, മറ്റേ ലേസിൻ്റെ പാക്കറ്റ് മാത്രം പുറത്ത് വരും ഞാൻ പാടിക്കഴിഞ്ഞാൽ. ഇതിലെ കാര്യം എന്താ പറയുക രജനീഷ്, ഞാൻ ഭയങ്കര സെൽഫ് അവെയർ ആണ് എന്നെക്കുറിച്ച്. എനിക്ക് പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷെ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ല ചെയ്യാൻ പറയുന്നത് ഭൂരിപക്ഷം കാര്യങ്ങളും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ മെയിൻ കാരണം ഈ ആസ്വാദന തലത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രോബ്ലമാണ്. ശരിക്കും കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആസ്വാദന നിലവാരം കൂടും. അപ്പോൾ നമ്മൾ ആ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ആ പാട്ടുകളിലുള്ള ഡീറ്റെയിൽസ്, പൊയ്കയിൽ കുളിർ പൊയ്കയിൽ, എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ, ആൾക്കാരെ ഒരു ദിവസം 15 തവണ കേൾക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് ആൾക്കാരത് ഇട്ടിട്ടിട്ടിട്ട് കേൾക്കണം. കാരണം അത്രയും ഡീറ്റെയിൽ ആ പാട്ടിനകത്ത്. അത്രയും ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ എന്തോ രാജശില്പിയിലെ ഒരു അമ്പിളിക്കല ചൂടുമൊക്കെയാണ് എന്നോട് ആൾക്കാർ പറയുന്നത്. ഭയങ്കര അതിനകത്ത് രാഗമാലിക. പക്ഷെ രവീന്ദ്രൻ മാഷ് ഇങ്ങനെ സൈഡിൽ കൂടെ പൊയ്കയിൽ എന്നൊരു പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴാണ് എൻ്റെ പൊന്നു ചേട്ടാ, ഈ പാട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റേ പാട്ടിൻ്റെ കാര്യം പറയുന്നതെന്ന് ചോദിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ പറഞ്ഞ എണ്ണം പറഞ്ഞ പാട്ട്, ചന്ദനശിലയിൽ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ട്, കുലം എന്നുള്ള സിനിമയിൽ നോട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ ഏത് തരം ബ്രെയിനിലാണ് ആ നോട്ട് സഞ്ചരിക്കുന്നതെന്ന് പോലും ആലോചിക്കാൻ പറ്റില്ല. മിണ്ടാത്തതെന്തെന്നേ നാണം വന്നിട്ടോ, എല്ലാവരും പേശുമ്പോൾ വന്നിട്ടോ, ഇതൊക്കെ എങ്ങനെയാണ് ഈ ട്യൂണൊക്കെ? അത് ചിത്ര ചേച്ചി പാടുന്നത് അച്ചടിച്ച് വെച്ച പോലെ.
ഉള്ള പ്രസിഷൻ, രാജഹംസവേ, അതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പാടുന്നുണ്ട്. താരം വാൽക്കണ്ണാടി നോക്കി. പക്ഷെ എൻ്റെ മൺവീണയിൽ അധികം ആരും ശ്രമിക്കാറില്ല, കുറവാണ്. കാരണം അത് എനിക്ക് തോന്നുന്നത് യേശുദാസ് എന്നുള്ളൊരു വോക്കലിസ്റ്റിന്റെ ശബ്ദം ഒരു മീഡിയമായിട്ട് ഉപയോഗിച്ച പാട്ടാണ്. പല പാട്ടുകളും ദാസേട്ടൻ്റെ വോയിസ് ഒരു സ്ട്രോങ് മീഡിയം, ആ മീഡിയത്തിലൂടെ അല്ലാതെ ആ പാട്ടുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അത് വേറെ ആരുടെയും കുറവല്ല, അത് ഒരുപാട് ജനറേഷനുകൾക്ക് ശേഷം ഉണ്ടായി വന്നൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം വോയിസ്. അത് ക്രിറ്റിസിസത്തിന് പുറത്തുള്ളൊരു വോയിസാണ്. ആ വോയിസ് ഇഷ്ടപ്പെടാതിരിക്കാം. ഇനി ആ ശബ്ദമേ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പം അവരോട് നമ്മൾ എന്ത് പറയാനാണ്? അത് ഈ പറഞ്ഞ പോലെ ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെ ഒരു ചോയ്സ് അന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ നമ്മളത് അങ്ങ് വിട്ടുകളയും. ഇപ്പൊ യേശുദാസ് സാറിന്റെ വോയിസ് എന്ന് പറയുന്നത് ഞാനൊക്കെ ഫാൻ ബോയ് ആണ്, ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഇതുമില്ല. ഫാൻ ബോയ് ആണ്, ഇനി ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഫാൻ ബോയ് ആയിരിക്കും, മരിക്കുന്നവരെ ഫാൻ ബോയ് ആയിരിക്കും. ആ പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വോയിസ് ആസ് എ മീഡിയം ചിന്തിച്ചിട്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മീഡിയം മാറ്റിയിട്ട് നമ്മളുടെ മീഡിയം നമ്മൾ മൈദമാവാണ്, അത് വെച്ച് കഴിഞ്ഞാൽ അത് ഓടത്തില്ല. അത് ആ വോയിസിൽ തന്നെ പ്ലേസ് ചെയ്താലേ ഓടത്തുള്ളൂ. പിന്നെ നമുക്ക് പാടാം സന്തോഷത്തിന്റെ പേരിൽ, അത് ഞാൻ പാടാറുണ്ട്, എനിക്കിഷ്ടമാണ് പാടാൻ. അതിന് പകരം വെക്കാനൊന്നും അല്ല പാടുന്നത്. നമ്മൾ പറഞ്ഞ പോലെ പണ്ട് മുക്കാല പാടുന്ന പോലെ, മുക്കാലയ്ക്ക് ഡാൻസ് കളിക്കുന്ന പോലെ, അത് പ്രഭുദേവാൻ വേണ്ടിയിട്ടാണോ? അല്ല, നമുക്ക് പാട്ട് ഇഷ്ടമാണ്, ഡാൻസ് കളിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നു, കളിക്കുന്നു. അതുപോലെ എനിക്ക് പാടുമ്പോൾ സന്തോഷം കിട്ടുന്നു, പാടുന്നു. അല്ലാതെ നമ്മൾ ദാസേട്ടനാവാൻ ശ്രമിച്ചിട്ട് വല്ല കാര്യമുണ്ട്? അത് നടക്കുന്ന കാര്യമാണ്. സാറിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടണം. ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ട് ഏതെങ്കിലും പാടുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇത് ഞാൻ ഇംബൈബ് ചെയ്ത എൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ. ഞാൻ നേരത്തെ പാടി തുടങ്ങിയ പാട്ടാണ്. ചന്ദന സുഗന്ധികൾ ജമന്തികൾ വിടർന്നുവോ മന്ദിരാങ്കണത്തിൽ, നിന്റെ മഞ്ജുഗീതം കേൾക്കവേ, കാട്ടുമൂളം തണ്ടിലൂറും കാറ്റുപോലണഞ്ഞു നിൻ പാട്ടിലെഴുമാ സ്വരങ്ങൾ ഏറ്റുപാടി നിന്നു ഞാൻ, പൂത്തൂ നീലേ താഴ്വാരം, പൂത്തൂ നീലാകാശം, തമ്പൊരു കുളിർ ചൂടിയോ തളിരങ്കൂലി തൊടുമ്പോൾ, താമര തൻ തണ്ടുപോൽ കോമളമാം പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഹിതമ്പൊരു കുളിർ ചൂടിയോ തളിരങ്കൂലി തൊടുമ്പോൾ. സ്കൂളാണ് ഈ പാട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് വിദ്യാർത്ഥി പാടുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു പാട്ടാണ്.